വാൾട്ട് ഡിസ്നിയുടെ പ്രൊഡക്ഷനിൽ 2010 റിലീസ് ചെയ്ത ഒരു ആനിമേഷൻ മൂവിയാണ് ടാങ്കിൾഡ്. ഒരു പെൺകുട്ടിക്ക് ഒരു അപൂർവ ശക്തി അവരുടെ മുടിയിൽ കിട്ടുന്നു. ശേഷം നടക്കുന്ന മികച്ച ഒരു കഥയാണ് ഇത്. സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് സൂര്യനിൽ നിന്നും ഭൂമിയിലേക്ക് ഒരു തുള്ളിയിട്ടുന്നു. അതോടെ അത് ഉറ്റിയ സ്ഥലത്ത് ഒരു ചെടി മുളക്കുകയും ഒരു പൂവും അതിൽ ഉണ്ടാവുന്നു. ആ ഒരു പൂവിന് അപകടം പറ്റിയവരെയും രോഗം വന്നവരെയും സുഖപ്പെടുത്താൻ കഴിവുണ്ട്. ശേഷം കാണിക്കുന്നത് ആ രാജ്യത്തുള്ള രാജാവിനെയാണ്. രാജാവിന് കുഞ്ഞു ജനിക്കാൻ പോവുകയാണ്. പക്ഷേ രാജ്ഞി രോഗാവസ്ഥയിലുമാണ്. അതോടെ ഈ പൂവിനെ പറ്റി അറിഞ്ഞ രാജാവ് രാജ്ഞിയെ സുഖപ്പെടുത്താൻ വേണ്ടി ഭടന്മാരെ അയക്കുന്നു. എന്നാൽ ഈ പൂവ് ഒളിപ്പിച്ചു വെച്ച് ഒരു മന്ത്രവാദിനി കുറെ വർഷങ്ങളായി ഒരു പാട്ടുപാടി ചെറുപ്പം നിലനിർത്തുകയാണ്. എന്നാൽ ഭടന്മാർ ആ പൂവ് തേടി കണ്ടുപിടിക്കുകയും അത് അവിടെ നിന്നും പറിച്ച് രാജാവിനെ കൊണ്ടുകൊടുക്കുന്നു. അതോടെ രാജാവ് അത് വെള്ളത്തിലിട്ട് രാജ്ഞിയെ കുടിപ്പിക്കുകയും അസുഖം ഭേദമാവുകയും ചെയ്യുന്നു. അതോടെ രാജ്ഞിക്ക് പിറന്ന കുട്ടിക്ക് ഗോൾഡൻ ഹെയർ ആണ് ഉള്ളത്. ശേഷം അവൾ പിറന്ന ദിവസമായതുകൊണ്ട് രാജാവും രാജ്ഞിയും ലേൺടേൺ പറത്തി ആഘോഷിച്ചു. അങ്ങനെ ഒരു ദിവസം അവർ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ മന്ത്രവാദിനി കുട്ടിയുടെ അടുത്തേക്ക് വരികയും ആ മാന്ത്രിക പാട്ട് പാടാനും തുടങ്ങുന്നു. അതോടെ പൂവിന്റെ പവേഴ്സ് പോലെ മുടി തിളങ്ങാൻ തുടങ്ങുകയും മന്ത്രവാദിനി ചെറുപ്പമാവുകയും ചെയ്യുന്നു. അതോടെ മന്ത്രവാദിനി മുടി വെട്ടിക്കൊണ്ടുപോകാൻ നോക്കുമ്പോൾ ആ മുടി പവേഴ്സ് ഒക്കെ പോയി കറുപ്പായി പോകുന്നു. അതോടെ അവൾ കുഞ്ഞിനെയും എടുത്ത് അവിടെ നിന്നും പോകുന്നു. ശേഷം ആരുമെത്താത്ത കാട്ടിനുള്ളിൽ വലിയൊരു ടവറിന്റെ മേലെയാണ് മന്ത്രവാദിനിയും റപ്പുൻസലും കാലങ്ങളായി താമസിക്കുന്നത്. മന്ത്രവാദിനി എപ്പോഴും അവളുടെ പവേഴ്സ് ഉപയോഗിച്ച് ചെറുപ്പമാവുകയും മന്ത്രവാദിനിയുടെ മകളായി വളർത്തുകയും ചെയ്യുന്നു. എന്നാൽ ഇതിനിടെ പുറത്തുപോയാൽ എന്താണ് പ്രശ്നം എന്ന് റപ്പുൻസൽ ചോദിക്കുകയും അതോടെ പുറത്തുള്ളവർ എല്ലാവരും ക്രൂരന്മാരാണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയും നിന്റെ ഈ മുടിക്ക് വേണ്ടി ആൾക്കാർ എന്തും ചെയ്യാൻ മടിക്കില്ല എന്നൊക്കെ അവളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നു. അവൾ വളരുംതോറും അവളെക്കാൾ വേഗത്തിൽ മുടി വളരുന്നുണ്ട്. എന്നാൽ ഓരോ പിറന്നാളിനും രാജാവും രാജ്ഞിയും മകളെ തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയിൽ എല്ലാ ബർത്ത്ഡേക്കും ലേൺടേൺ പറത്തും. എന്നാൽ അവൾ ഇതൊക്കെ കണ്ട് അവളുടെ ബർത്ത്ഡേക്ക് മാത്രം ആകാശത്തിൽ നക്ഷത്രങ്ങൾ വരികയാണെന്നൊക്കെ അവൾക്ക് തോന്നുന്നു. പിന്നീട് കാണിക്കുന്നത് കുറെ കാലങ്ങൾക്ക് ശേഷമാണ്. അവൾ ഇപ്പോൾ വലുതായിരിക്കുകയാണ്. അവൾക്കാകെയുള്ള ഒരു കൂട്ട് ഈ ഒരു ഓന്ത് മാത്രമാണ്. അവൾ ഓന്തിന്റെ ഒപ്പം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുറത്തേക്ക് പോയാലോ എന്ന് ഓന്ത് കാണിക്കുമെങ്കിലും അവൾ അതിന് റെഡിയാവുന്നില്ല. ഇപ്പോൾ അവളുടെ മുടി വളരെ വലുതാണ്. അങ്ങനെ ഇവിടെ നല്ലൊരു പാട്ടാണ്. അവൾക്ക് ഈ ഒരു ലാൻറ്റേൺ നേരിൽ പോയി കാണാൻ വളരെ ആഗ്രഹമുണ്ട്. പക്ഷേ അവളുടെ മന്ത്രവാദിനിയായ അമ്മ പുറം ലോകം വളരെ ചീത്തയാണെന്നാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് നായകനെയാണ്. അവനും രണ്ട് ഇരട്ടകളും കൂടി ചേർന്ന് കൊട്ടാരത്തിലേക്ക് കിരീടം മോഷ്ടിക്കാൻ കയറുകയും അങ്ങനെ ഇരട്ടകൾ ചേർന്ന് ഓടുപൊളിച്ച് അവനെ താഴേക്ക് ഇറക്കുന്നു. എന്നാൽ ഇതിനിടെ ഒരു ഭടൻ തുമ്മുകയും നിനക്കെന്താടാ പനി പിടിച്ചു എന്നൊക്കെ നായകൻ ചോദിക്കുകയും ഇതിനിടെ അതേ എന്ന് പറഞ്ഞ് ഭടൻ തിരിഞ്ഞു നോക്കുമ്പോൾ കിരീടം അവിടെയില്ല. അതോടെ അവർ മൂന്നുപേരും കൊട്ടാരത്തിൽ നിന്നും ഓടി രക്ഷപ്പെടുന്നു. പിന്നീട് കാണിക്കുന്നത് റപ്പുൻസലിനെയാണ്. അവൾ ഇന്ന് ഞാൻ അമ്മ വന്നാൽ ആ പറക്കുന്ന സാധനം കാണാൻ വേണ്ടി പൊയ്ക്കോട്ടെ എന്ന് ഞാൻ ചോദിക്കുമെന്നൊക്കെ ഓന്തിനോട് പറയുകയും ഇതിനിടെ മന്ത്രവാദിനി അങ്ങോട്ടേക്ക് എത്തുകയും അവളെ പുറത്തുനിന്ന് വിളിക്കുകയും ചെയ്യുന്നു. അതോടെ അവൾ മുടി താഴേക്ക് ഇടുകയും മന്ത്രവാദിനിയെ വലിച്ച് കയറ്റുകയും ചെയ്യുന്നു. അതോടെ മന്ത്രവാദിനി മുകളിലേക്ക് എത്തുകയും അവളോട് സ്നേഹമുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി ഓരോ തമാശകളൊക്കെ പറയുകയും ഇതിനിടയിൽ പുറത്തേക്ക് പോകാൻ ചോദിക്കുമ്പോൾ മന്ത്രവാദിനി അതൊന്നും കാര്യമാക്കാതെ നീ വളരെ സുന്ദരിയാണെന്നൊക്കെ പറഞ്ഞ് അവളുടെ മനസ്സ് മാറ്റുകയും ഇതിനിടയിൽ അവൾ അത് വീണ്ടും പറയാൻ ശ്രമിക്കുമ്പോൾ ഞാൻ വളരെ ടയർഡാണെന്ന് പറയുകയും നീ എനിക്ക് വേണ്ടി ആ പാട്ടൊന്ന് പാടാൻ മന്ത്രവാദിനി പറയുമ്പോൾ അവൾ കസേരയൊക്കെ ഓടിപ്പോയി റെഡിയാക്കുകയും വീടിൽ ആ പാട്ട് പാടുകയും ചെയ്യുന്നു. അതോടെ എന്താണ് കാര്യമെന്ന് തെളിച്ചു പറയാൻ മന്ത്രവാദിനി പറയുമ്പോൾ ആകാശത്തിൽ ആ ലൈറ്റ് വരുന്നതും അത് കാണാൻ എനിക്ക് വളരെ ആഗ്രഹമുണ്ടെന്നും അത് എന്താണെന്ന് പോലും എനിക്കറിയില്ല, പക്ഷേ എനിക്കൊന്നത് കാണണമെന്നും അവൾ പറയുന്നു. അതോടെ മന്ത്രവാദിനി എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ പുറത്ത് മുഴുവൻ ക്രൂരന്മാരാണ് എന്നൊക്കെ പറഞ്ഞ് അവളെ പേടിപ്പിക്കുകയും ഇനി ഈ കാര്യം ചോദിക്കാനേ പാടില്ല എന്ന് പറഞ്ഞ് മന്ത്രവാദിനി പുറത്തേക്ക് പോകുന്നു. അതോടെ അവൾ സങ്കടത്തോടെ അവിടെ ഇരിക്കുന്നു. ശേഷം കാണിക്കുന്നത് ഹീറോയും രണ്ടുപേരും ഓടിക്കൊണ്ടിരിക്കുന്നതാണ്. ഇതിനിടയിൽ ഹീറോ അവന്റെ വാണ്ടഡ് എന്ന ഫോട്ടോ നോക്കുകയും ഫോട്ടോയിൽ അവന്റെ മൂക്ക് ചരിഞ്ഞിരിക്കുന്നത് കണ്ട് ഇവർക്ക് നല്ല ഫോട്ടോ വെച്ച് പോസ്റ്റർ ഇറക്കിക്കൂടെ എന്നൊക്കെ അവൻ പറയുമ്പോൾ ഭടന്മാർ അങ്ങോട്ടേക്ക് എത്തുകയും അതോടെ അവർ ഓടാൻ ശ്രമിക്കുമ്പോൾ അവർ വലിയൊരു കുഴിയിലാണെന്ന് അവർക്ക് മനസ്സിലാവുന്നു. അതോടെ ഹീറോ നിങ്ങൾ എന്നെ മേലെ എത്തിച്ചു തന്നാൽ ഞാൻ നിങ്ങളെ വലിച്ചു കയറ്റാമെന്നൊക്കെ പറയുമ്പോൾ നീ ആദ്യം കിരീടം ഞങ്ങളിലേക്ക് താ, എന്നാൽ നിന്നെ ഞങ്ങൾ മേലേക്ക് എത്തിക്കാം എന്നൊക്കെ അവർ പറയുമ്പോൾ അവനത് കേൾക്കുകയും കിരീടം അവർക്ക് കൊടുക്കുകയും ചെയ്യുന്നു. അതോടെ അവൻ മുകളിലേക്ക് കഷ്ടപ്പെട്ട് കയറുകയും ഇതിനിടയിൽ അവർ വലിച്ചേറ്റാൻ പറയുമ്പോൾ കിരീടം എന്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്നും ഓടുന്നു. അതോടെ ഇരട്ടകൾ ദേഷ്യത്തോടെ അവനെ തെറി പറയുന്നു. അതോടെ അവൻ വീണ്ടും ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഭടന്മാർ അവനെ നേർക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ അവനെ ഭടന്മാർ അമ്പൊക്കെ വെക്കുന്നുണ്ടെങ്കിലും അവനെ ഒന്നും കൊള്ളുന്നില്ല. ശേഷം അവൻ മരത്തിന്റെ ഇടയിലൂടെയൊക്കെ ചാടി ഓടുകയും അതോടെ കുതിരകൾ പോകാൻ പറ്റാതെ നിൽക്കുമ്പോൾ മാക്സിമസ് എന്ന കുതിര ചാടി അതിന്റെ ഇടയിലൂടെയൊക്കെ അവനെ പിടിക്കാൻ പോകുന്നു. എന്നാൽ അവനാണെങ്കിൽ അവിടെയുള്ള ഒരു വള്ളിയിലൊക്കെ തൂങ്ങി തിരിഞ്ഞു വന്ന് ഭടനെ ചാവിട്ടി അങ്ങ് തെറിപ്പിക്കുന്നു. ഇതോടെ കുതിരയുടെ മേൽ അവൻ വന്ന് ഇരിക്കുകയും അവനാണെന്ന് മനസ്സിലായ മാക്സിമസ് എന്ന കുതിര ഓട്ടം നിർത്തുകയും അവന്റെ കയ്യിലുള്ള കിരീടം തിരിച്ചു മേടിക്കാനും നോക്കുന്നു. അതോടെ അവർ രണ്ടുപേരും തമ്മിൽ അടിയാവുകയും ഇതിനിടയിൽ കിരീടം തെറിച്ച് കൊക്കയുടെ സൈഡിലുള്ള മരത്തിൽ പോയി നിൽക്കുന്നു. അതോടെ അതെടുക്കാൻ വേണ്ടി അവനും കുതിരയും ചാടി ഓടുകയും ശേഷം അവൻ തൂങ്ങിപ്പിടിച്ചൊക്കെ അത് എടുക്കുകയും ഇതിനിടയിൽ മരം ഒടിഞ്ഞ് താഴേക്കും പോകുന്നു. ഇതിനിടെ മരം ഒരു പാറയിലിടിച്ച് അവർ രണ്ടുപേരും രണ്ട് ദിശയിലേക്കാണ്
വീഴുന്നത്. അതോടെ മാക്സിമസ് താഴെ എത്തുകയും അവനെ മണം നോക്കി കണ്ടുപിടിക്കാൻ നോക്കുമ്പോൾ അവൻ പാറയുടെ ഇടയിൽ നിന്നും എണീക്കുകയും അതിലൂടെ അങ്ങ് നടന്നു പോകാൻ നോക്കുമ്പോൾ അതൊരു ഗുഹ പോലെ അവന് തോന്നുകയും അതോടെ അവൻ അതിന്റെ ഉള്ളിൽ കയറി ഒളിക്കുകയും ചെയ്യുന്നു. അതോടെ മാക്സിമസ് അവനെ കാണാതെ അവിടെ നിന്നും പോയിരിക്കുകയാണ്. ഇതിനിടെ അവൻ ഉള്ളിലേക്ക് ചെന്ന് നോക്കുകയും അതോടെ അവൻ വലിയൊരു ടവർ കാണുകയും അതോടെ അവൻ അതിന്റെ മേലേക്ക് കയറാനും തുടങ്ങുന്നു. അങ്ങനെ അവൻ കയറി ഉള്ളിലേക്ക് എത്തുകയും ആശ്വാസത്തോടെ നിൽക്കുമ്പോൾ ബാക്കിൽ നിന്നും റൈഫാൻ വെച്ച് റപ്പോൺസൽ അവനെ അടിക്കുന്നു. അവൾ ആദ്യമായിട്ടാണ് മന്ത്രവാദിനിയല്ലാതെ വേറെ മനുഷ്യനെ കാണുന്നത്. അങ്ങനെ അവൾ പേടിയോടെ അവന്റെ പല്ലും മുഖമൊക്കെ നോക്കുകയും ഇതിനിടെ അവൻ കണ്ണു തുറക്കുന്നതോടെ വീണ്ടും അവൾ അവനെ അടിച്ച് ബോധം കെടുത്തുകയും അവനെ എങ്ങനെയൊക്കെയോ അലമാറയിൽ പൂട്ടിയിടുകയും ചെയ്യുന്നു. അതോടെ അവൾ നേരത്തേക്ക് നോക്കുമ്പോൾ അവന്റെ കയ്യിലുള്ള ബാഗ് അവിടെ കാണുകയും അതിൽ ഒരു കിരീടവും അവൾ കാണുകയും ചെയ്യുന്നു. അതോടെ അവൾ അതെടുത്ത് തലയിൽ വെക്കുകയും അവൾക്ക് എന്തോ ഓർമ്മയൊക്കെ പോലെ എന്തോ തോന്നുകയും ചെയ്യുന്നു. ഇതിനിടെ മന്ത്രവാദിനെ പുറത്തു നിന്ന് വിളിക്കുകയും അതോടെ അവൾ കിരീടം അവിടെ ഒളിപ്പിച്ച് മുടി താഴേക്ക് ഇടുകയും ചെയ്യുന്നു. അതോടെ റപ്പോൺസൽ എനിക്കൊരു കാര്യം പറയാനുണ്ട് അമ്മ എന്നൊക്കെ പറയുമ്പോൾ നീ ആ സ്റ്റാർ കാണാൻ പോകാനല്ലേ പറയുന്നത്, അതാണെങ്കിൽ നടക്കില്ല എന്ന് മന്ത്രവാദിനി പറയുകയും ഇതിനിടെ അതല്ല കാര്യം എന്നൊക്കെ പറഞ്ഞ് അവൾ അത് പറയാൻ ശ്രമിക്കുമ്പോൾ നീ ഒന്നും പറയണ്ട, നിന്നെ ഒരിക്കലും ഈ ടവറിന് പുറത്ത് വിടില്ല എന്ന് മന്ത്രവാദിനി ദേഷ്യത്തോടെ പറയുന്നു. അതോടെ അവൾ സങ്കടത്തോടെ അലമാറയിൽ ഒരുത്തനുള്ളത് പറയാതെ നിൽക്കുകയും അവൾ അവിടെ വരച്ച സ്റ്റാറിലൊക്കെ നോക്കി അവൾ മറ്റെന്തോ ആലോചിക്കുകയും എനിക്ക് ബർത്ത്ഡേക്ക് അമ്മ എനിക്ക് കൊണ്ടുതരുന്ന സ്പെഷ്യൽ പെയിന്റ് മതി എന്ന് പറയുകയും അതോടെ അത് 3 ദിവസത്തെ യാത്രയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് അവർ റെഡിയാവുകയും അവിടെ നിന്നും പോവുകയും ചെയ്യുന്നു. അതോടെ അവൾ അലമാരയുടെ അടുത്തേക്ക് വരികയും അതിലുള്ള അവനെ കസേരയിൽ കെട്ടിയിടുകയും ചെയ്യുന്നു. ശേഷം അവൻ എണീക്കാൻ കാത്തു നിൽക്കുകയാണ്. എന്നാൽ ഇതിനിടെ ഓന്ത് ചെവിയിലൊക്കെ നക്കുകയും അതോടെ അവൻ ഞെട്ടി ഉണരുകയും ചെയ്യുന്നു. ശേഷം അവൻ നോക്കുമ്പോൾ ഒരുപാട് മുടിയുള്ള ഒരു പെണ്ണ് അവന്റെ മുന്നിൽ നിൽക്കുകയാണ്. അതോടെ അവൻ എന്റെ പേര് ഫ്ലിൻ റൈഡർ ആണെന്നും നിന്റെ പേരെന്താണെന്നൊക്കെ ചോദിച്ച് അവൻ റൊമാൻറ്റിക് ആവുന്നു. എന്നാൽ ഇതിനിടെ റപ്പോൺസൽ അവളുടെ പേര് പറയുകയും നീ എന്തിനാണ് ഇവിടെ വന്നതെന്ന് എനിക്കറിയാം, നിനക്ക് വേണ്ടത് എന്റെ ഈ മുടിയല്ല എന്നൊക്കെ റപ്പോൺസൽ പറയുമ്പോൾ ഈ മുടി കൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാ എന്നൊക്കെ അവൻ പറയുകയും ഞാനൊരു അപകടത്തിലായിരുന്നു, അതിൽ നിന്ന് ഓടി രക്ഷപ്പെടാനാണ് ഞാൻ ഈ ടവർ കണ്ടപ്പോൾ ഇവിടെ കയറിയത്. എന്നാൽ ഇതിനിടെ അവന് കിരീടത്തെ പറ്റി ഓർമ്മ വരികയും അതെവിടെ എന്നൊക്കെ അവൻ ചോദിക്കുമ്പോൾ നിനക്കൊരിക്കലും കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു സ്ഥലത്തുണ്ടത് എന്ന് അവൾ പറയുമ്പോൾ അതാ കൊടുക്കയിലുണ്ടല്ലേ എന്ന് അവൻ പറയുന്നു. അതോടെ അവൾ വീണ്ടും അവനെ അടിച്ചു ബോധം കെടുത്തുന്നു. ശേഷം അവനെ ഓന്ത് വീണ്ടും നക്കി അണിപ്പിക്കുകയും ഇനി നിനക്ക് അതൊരിക്കലും കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് റപ്പോൺസൽ പറയുകയും ശേഷം അവൾ അവിടെ വരച്ച ആ നക്ഷത്രം പോലത്തെ സാധനം എന്താണെന്ന് അവനോട് ചോദിക്കുമ്പോൾ അത് ലാൻറ്റേൺ ആണ്, അത് പ്രിൻസസിന് വേണ്ടി കൊട്ടാരത്തിലെ എല്ലാവരും പറത്തുന്നതാണ് എന്നൊക്കെ അവൻ പറയുകയും ഇതിനിടെ അവൾ നീ എന്നെ അത് കാണിക്കാൻ കൊണ്ടുപോകണം, എന്നിട്ട് വീട്ടിൽ സേഫായി എന്നെ വീട്ടിലെത്തിച്ചാൽ ഞാൻ നിനക്ക് നിന്റെ കിരീടം തരാം എന്നൊക്കെ അവൾ പറയുമ്പോൾ കൊട്ടാരവുമായി ഞാനത്ര ബന്ധത്തിലല്ല എന്ന് അവൻ പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ നിന്റെ കിരീടം ഒരിക്കലും കിട്ടില്ല എന്ന് റപ്പോൺസൽ പറയുമ്പോൾ വേറെ വഴിയില്ലാതെ അവൻ അതിന് സമ്മതിക്കുന്നു. അതോടെ അവൻ കഷ്ടപ്പെട്ട് താഴേക്ക് ഇറങ്ങുകയാണ്. ഇവിടെ റപ്പോൺസലുമുണ്ട്. അവൾ സന്തോഷത്തോടെ മുടി താഴേക്കിടുകയും ശേഷം അവൾ താഴേക്ക് ഇറങ്ങുകയും ചെയ്യുന്നു. അവൾ ആദ്യമായിട്ടാണ് ഭൂമിയിലേക്ക് കാലുകുത്താൻ പോകുന്നത്. ശേഷം ഇവിടെയൊക്കെ നല്ല ഒരു പാട്ടാണ്. അവൾ ആദ്യമായിട്ടാണ് വെള്ളത്തിലൊക്കെ ചവിട്ടുന്നത്. ശേഷം അവൾ സന്തോഷിക്കുകയും സങ്കടപ്പെടുകയും ചെയ്യുന്നു. വീണ്ടും സന്തോഷിക്കുന്നു, വീണ്ടും സങ്കടപ്പെടുന്നു. ഇതിനിടെ റൈഡർ നീ നിന്റെ അമ്മയെ സങ്കടപ്പെടുത്തണ്ട, നീ വീട്ടിലേക്ക് പോയിക്കോ, എന്നിട്ട് നീ ആ കിരീടം എനിക്ക് എടുത്തു തന്നേക്ക്, ഞാനും ആ വഴിക്ക് അങ്ങ് പോകും എന്ന് അവൻ പറയുമ്പോൾ എനിക്ക് ലാൻറ്റേൺ കണ്ടേ മതിയാവൂ എന്ന് അവൾ പറയുകയും ഇതിനിടെ പുല്ലിന്റെ ഇടയിൽ നിന്നും എന്തോ ശബ്ദം കേൾക്കുകയും അതോടെ അവൾ പേടിച്ച് അവന്റെ മേലേക്ക് കയറുകയും ഇതിനിടെ നോക്കുമ്പോൾ അതൊരു മുയലാണ്. അതോടെ അവൾ ഞാനൊരു ലോല ഹൃദയാണ് എന്നൊക്കെ പറയുകയും ചെയ്യുന്നു. അതോടെ അവൻ എനിക്ക് വിശക്കുന്നുണ്ട് എന്നൊക്കെ പറയുകയും ഫുഡ് കഴിക്കാൻ വേണ്ടി അവർ രണ്ടുപേരും അവിടെ നിന്നും പോവുകയും ചെയ്യുന്നു. പിന്നീട് കാണിക്കുന്നത് മാക്സിമസിനെയാണ്. അവൻ എല്ലായിടത്തും റൈഡറിനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ റൈഡറിന്റെ ഒരു ഫോട്ടോ കാണുകയും അത് കണ്ട അവന് ദേഷ്യം വരികയും കടിച്ചു കീറുകയും ചെയ്യുന്നു. എന്നാൽ ഇതിനിടെ അവൻ എന്തോ ശബ്ദം കേൾക്കുകയും അവിടെ ഒളിക്കുകയും ചെയ്യുന്നു. അതോടെ ആരെയോ കണ്ട മാക്സിമസ് ചാടി വീഴുകയും അവൻ നോക്കുമ്പോൾ അതൊരു സ്ത്രീയാണ്. ഇതിനിടെ മന്ത്രവാദിനി കുതിരയെ കൊണ്ടുവന്നവരും ഇവിടെ എങ്ങാനും കാണുമെന്ന് പറഞ്ഞ് അവിടെ നിന്നും റപ്പോൺസലിന്റെ അടുത്തേക്ക് ഓടുകയും അവളെ വിളിച്ചു നോക്കുകയും ചെയ്യുന്നു. പക്ഷെ അനക്കമൊന്നുമില്ല. അതോടെ അവിടെ ഒളിച്ചു വെച്ച ഡോറ് തുറക്കുകയും മുകളിലേക്ക് കയറുകയും ചെയ്യുന്നു. ശേഷം അവിടെയൊക്കെ റപ്പോൺസലിനെ നോക്കുമെങ്കിലും അവിടെ എങ്ങും അവളെ കാണാൻ പറ്റുന്നില്ല. എന്നാൽ ഇതിനിടെ രാജകൊട്ടാരത്തിലെ കിരീടം കിട്ടുകയും ഇതിനിടെ ബാഗിൽ നിന്ന് റൈഡറിന്റെ ഒരു ഫോട്ടോ കിട്ടുകയും അത് കണ്ട മന്ത്രവാദിനിക്ക് ഏകദേശം കാര്യം മനസ്സിലാവുകയും ചെയ്യുന്നു. പിന്നീട് കാണിക്കുന്നത് റൈഡർ റപ്പോൺസലിനെ കൂട്ടി ഹോട്ടലിന്റെ അടുത്തേക്ക് എത്തുകയും ഇവിടെ നല്ല ഫുഡ് കിട്ടുമെന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടേക്ക് കയറി നോക്കിയതും അവിടെ വ്യത്യസ്തമായ ആൾക്കാരെ കണ്ട് റപ്പോൺസൽ പേടിക്കുന്നു. എന്നാൽ അവൻ പേടിയൊന്നുമില്ലാതെ അവളെ കൂട്ടി ഉള്ളിലേക്ക് പോവുകയും ഇതിനിടെ ഒരുത്തൻ ഇവൾക്ക് ഒരുപാട് മുടിയുണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ അവൾ മുടിയൊക്കെ ചിരട്ടിക്കൊട്ടി കയ്യിൽ വെക്കുന്നു. എന്നാൽ ഇതിനിടെ അവൾക്ക് പേടിയാവുന്നുണ്ട് എന്ന് റൈഡറിന് മനസ്സിലാവുകയും നിന്നെ ഞാൻ ടവറിലേക്ക് കൊണ്ടാക്കാമെന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാൻ നോക്കിയതും പെട്ടെന്നൊരുത്തൻ വാതിലിളക്കുകയും ഇത് നിന്റെ ഫോട്ടോ അല്ലേടാ, നിന്നെ പിടിച്ചുകൊടുത്താൽ നല്ല പണം കിട്ടും എന്നൊക്കെ അവർ പറയുകയും കൊട്ടാരത്തിൽ വിവരമറിയിക്കാനും അവർ പറയുന്നു. അതോടെ അവനെ പിടിച്ചുകൊടുത്താൽ പൈസ കിട്ടുന്നത് കൊണ്ട് ഓരോരുത്തരായി അവനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ അവരെല്ലാവരും അവനെ ഒരുമിച്ച് പിടിക്കുകയും അവർ അടിയുണ്ടാക്കുന്നതോടെ
പറയുന്നതോടെ റപ്പോൺസൽ ഉറക്കനെ നിർത്താൻ പറയുകയും അവനെ എനിക്ക് തിരിച്ചു തരണം, ഞാൻ ജീവിതകാലം മുഴുവനും ആഗ്രഹിച്ച കാര്യമാണ് ലാന്റേൺ കാണുന്നത്, അത് അവനുണ്ടെങ്കിൽ എനിക്ക് കാണാൻ പറ്റൂ എന്ന് അവൾ പറയുകയും നിങ്ങൾക്കൊന്നും ആഗ്രഹങ്ങളില്ലേ എന്ന് അവൾ ചോദിക്കുമ്പോൾ ഒരുത്തൻ അവളുടെ അടുത്തേക്ക് വരികയും എനിക്കും ഒരു ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞ് അവൻ ഹാർമോണിയൊക്കെ അടിച്ച് പാട്ട് പാടാൻ തുടങ്ങുന്നു. എന്നാൽ ഇതിനിടെ മന്ത്രവാദിനി അവിടേക്ക് എത്തുകയും റപ്പോൺസൽ അവിടെയുള്ളതും അവൾ കാണുന്നു. അതോടെ പാട്ട് അവസാനിക്കുകയും ഇതിനിടെ കൊട്ടാരത്തിൽ വിവരം അറിയിച്ചത് കൊണ്ട് ഭടന്മാർ അങ്ങോട്ടേക്ക് എത്തുകയും ചെയ്യുന്നു. കൂടെ പിടികൂടിയ ഇരട്ട സഹോദരങ്ങളുമുണ്ട്. എന്നാൽ ഇതിനിടെ പാട്ടുപാടിയവൻ രഹസ്യ വഴി തുറന്നു കൊടുക്കുകയും പോയി ഇവളുടെ ആഗ്രഹം സാധിച്ചിട്ടോ എന്ന് പറഞ്ഞ് അവരെ അവിടെ നിന്ന് പറഞ്ഞുവിടുന്നു. എന്നാൽ ഇതിനിടെ മാക്സിമസ് എന്ന കുതിര അങ്ങോട്ടേക്ക് എത്തുകയും മണത്ത് ആ രഹസ്യ അറ അത് കണ്ടെത്തുകയും അത് തുറക്കുകയും ചെയ്യുന്നു. ഇതോടെ ഭടന്മാർ ഒരുത്തിനെ അവിടെ നിർത്തി അവിടെ നിന്നും പോകുന്നു. അതോടെ ഇരട്ടകൾ ആ ഒറ്റ ഭടനെ അടിച്ചങ്ങിടുകയും ചങ്ങലയൊക്കെ പൊട്ടിച്ച് അവിടെ നിന്നും പോവുകയും ചെയ്യുന്നു. എന്നാൽ ഇതൊക്കെ മന്ത്രവാദിനി പുറത്തുനിന്ന് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരുത്തൻ പാട്ടും പാടി അങ്ങോട്ടേക്ക് വരികയും ഇതിനിടെ മന്ത്രവാദിനി അവനെ ഭീഷണിപ്പെടുത്തി ആ വഴി അവസാനിക്കുന്നത് എവിടെയാണെന്ന് കണ്ടുപിടിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് റപ്പോൺസലും റൈഡറും ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ടണലിന്റെ ഉള്ളിലൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ആകെ കുലുങ്ങുകയും ഇതിനിടെ പുറകിൽ നിന്ന് ഭടന്മാർ ഓടി വരുന്നതും അവർ കാണുന്നു. അതോടെ അവർ ചാടി ഓടുകയും ഇതിനിടെ അവർ മുന്നിൽ വഴിതീർന്ന ഡാമിന്റെ മുന്നിലേക്ക് എത്തുന്നു. അതോടെ അടിയിൽ നിന്നും പുറകിൽ നിന്നൊക്കെ ആള് വരികയും ഇതിനിടെ റപ്പോൺസൽ ഇതൊക്കെ ആരാടാ എന്ന് അവൾ ചോദിക്കുമ്പോൾ അതൊക്കെ പിന്നെ പറയാമെന്ന് അവൻ പറയുകയും അതോടെ അവൾ പ്രൈഫാൻ അവന്റെ കൊടുത്ത് മുടി വലിച്ചെറിഞ്ഞ് അത് തൂങ്ങി അപ്പുറത്തേക്ക് പോകുന്നു. എന്നാൽ ഇതിനിടെ ഭടന്മാർ അവനെ പിടിക്കാൻ വരികയും ഇതോടെ അവൻ പ്രൈഫാൻ വെച്ച് എല്ലാവരെയും അടിച്ചിടുകയും ഇത് അടിപൊളിയാണല്ലോ എന്നൊക്കെ പറഞ്ഞു നിൽക്കുമ്പോൾ മാക്സിമസ് എന്ന കുതിര അവനെ ആക്രമിക്കാൻ വരികയും അവന്റെ കൂടെ ഫൈറ്റ് ചെയ്യാനും തുടങ്ങുന്നു. എന്നാൽ ഇതിനിടെ മാക്സിമസ് അവനെ നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യുകയും അവന്റെ പ്രൈഫാൻ താഴേക്ക് തെറിച്ചു പോവുകയും ചെയ്യുന്നു. അതോടെ അവൻ മറ്റു വഴിയില്ലാതെ അവിടെ നിൽക്കുമ്പോൾ റപ്പോൺസൽ മുടിയിട്ട് ചാടി പിടിക്കുകയും അവനെ വലിച്ച് അവൻ പറന്നു പോകുമ്പോൾ ഇരട്ടകൾ അവനെ വെട്ടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിനൊന്നും കഴിയുന്നില്ല. അതോടെ അവൻ അവരെ കളിയാക്കി പാഞ്ഞു പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഇടിച്ച് നിൽക്കുന്നു. അതോടെ മാക്സിമസ് ഡാമിന്റെ ഒരു പലക ചാവിട്ടിയിടുകയും അതൊരു പാലമാക്കി റപ്പോൺസലിന്റെ അടുത്തേക്ക് വരാൻ തുടങ്ങുന്നു. അതോടെ റപ്പോൺസൽ മറ്റൊന്നും ചിന്തിക്കാതെ ചാടി മുടിയിൽ തൂങ്ങി താഴേക്ക് എത്തുകയും ചെയ്യുന്നു. അതോടെ റൈഡറും അവളുടെ ഒപ്പം ഓടിപ്പോകുന്നു. എന്നാൽ ഇതിനിടെ ഡാം തകർന്ന് വെള്ളം മുഴുവനായി ഒലിക്കുകയും ഇതിനിടെ ഇരട്ടകളൊക്കെ മുങ്ങുമെങ്കിലും റപ്പോൺസലും റൈഡറും ഒരു ഗുഹക്കകത്ത് കയറുമെങ്കിലും ആ ഗുഹ വലിയ പാറകഷ്ണം വീണ് അടഞ്ഞു പോവുകയും ചെയ്യുന്നു. അതോടെ ആ ഗുഹയിൽ അവർ പെട്ടുപോയിരിക്കുകയാണ്. അതിലാണെങ്കിൽ വെള്ളം കൂടിക്കൊണ്ടേയിരിക്കുന്നു. അതോടെ റൈഡർ ഗുഹ പൊളിക്കാൻ നോക്കുമ്പോൾ അവന്റെ കൈ മുറിയുകയും ഇതിനിടെ വെള്ളം കൂടുന്നതോടെ റപ്പോൺസൽ അവിടത്തെ കുത്തി നോക്കുന്നുണ്ടെങ്കിലും ഒന്നും സംഭവിക്കുന്നില്ല. അതോടെ അവർ അവിടെ പെട്ടുപോയിരിക്കുകയാണ്. ഇതിനിടെ ഇതൊക്കെ എന്റെ തെറ്റാണെന്ന് പറഞ്ഞ് റപ്പോൺസൽ സങ്കടപ്പെടുന്നു. ശേഷം അവൾ പ്ലെയിൻ റൈഡറിനോട് ക്ഷമ ചോദിക്കുകയും ഇതിനിടെ അവൻ എന്റെ പേര് യുജീൻ ഫിറ്റ്സർബർട്ട് ആണെന്ന് അവൻ പറയുന്നു. എന്നാൽ ഇതിനിടെ അവൾ ഞാൻ പാട്ടുപാടിയാൽ എന്റെ മുടി കത്തുമെന്ന് അവൾ പറയുമ്പോൾ എന്ത് എന്ന് അവൻ ചോദിക്കുകയും ഇതിനിടെ അവൾക്ക് ആ ഐഡിയ തോന്നുകയും വെള്ളം മുങ്ങുന്നതിന് മുന്നേ അവൾ ആ പാട്ട് എങ്ങനെയൊക്കെ പാടുകയും ചെയ്യുന്നു. അതോടെ അവളുടെ മുടി പ്രകാശിക്കുകയും അത് കണ്ട് യുജീൻ അത്ഭുതപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ യുജീൻ നോക്കുമ്പോൾ അവളുടെ മുടി പുറത്തേക്കുള്ള വഴി കാണിച്ചു കൊടുക്കുകയും അതോടെ അവൻ അവിടെ പോയി കല്ല് മാറ്റുന്നതോടെ അവർ പുറത്തേക്ക് എത്തുകയും ചെയ്യുന്നു. അതോടെ അവർ വല്ലാതെ സന്തോഷിക്കുകയും ഇതിനിടെ അവളുടെ പ്രകാശിക്കുന്ന മുടി കണ്ട് യുജീൻ അത്ഭുതപ്പെട്ടിരിക്കുകയും ചെയ്യുന്നു. ശേഷം കാണിക്കുന്നത് റപ്പോൺസൽ വരുന്നത് കാത്തു നിൽക്കുന്ന മന്ത്രവാദിനിയാണ്. എന്നാൽ അവൾക്ക് പകരം വന്നത് ഇരട്ട സഹോദരങ്ങളാണ്. ഇതിനിടെ ഇരട്ടകൾ റൈഡറിനെ കണ്ടാൽ എന്തായാലും ഞാൻ അവനെ തീർക്കും എന്നൊക്കെ അവർ പറയുമ്പോൾ അത് റപ്പോൺസലിനെ കൊണ്ടുപോയവൻ ആണെന്ന് മന്ത്രവാദിനിക്ക് മനസ്സിലാവുന്നു. അതോടെ അവർ അവിടെ നിന്നും പോകുമ്പോൾ അവരെ വിളിക്കുകയും ആ കിരീടം ചാടിക്കൊടുക്കുകയും ചെയ്യുന്നു. ശേഷം ഇത് മതിയെങ്കിൽ നിങ്ങൾ പൊക്കോ, ഇതിനേക്കാൾ 1000 മടങ്ങുള്ള വിലയുള്ള സാധനം എന്റെ കയ്യിലുണ്ട്, അതുവേന് ഞാൻ പറയുന്ന ഒരു പണി ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞ് അവരെ മന്ത്രവാദിനെ പറ്റിക്കുകയും അതോടെ അവർ എന്താണ് കാര്യമെന്നും ചോദിക്കുന്നു. വലിയ കാര്യമൊന്നുമില്ല, ഫ്ലിൻ റൈഡറിനെ നിങ്ങൾ തിരിച്ചടിക്കണം. അതോടെ അവർ അതിന് സമ്മതിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് റപ്പോൺസലിനെയും യുജീനെയും ആണ്. ശേഷം അവൾ അവന്റെ മുറിഞ്ഞ കയ്യിൽ അവളുടെ മുടി ചുറ്റുകയും നീ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് അവൻ ചോദിക്കുമ്പോൾ ഞാനിപ്പോൾ കാണിച്ചു തരാമെന്നും അവൾ പറയുന്നു. ശേഷം അവൾ പാട്ട് പാടാൻ തുടങ്ങുന്നു. അതോടെ അവളുടെ മുടി തിളങ്ങാൻ തുടങ്ങുകയും അവന്റെ കയ്യിലേക്ക് നോക്കാൻ ഓന്ത് പറയുന്നതോടെ അവൻ കയ്യിലേക്ക് നോക്കുന്നു. അതോടെ അവളുടെ പാട്ട് പാടിത്തിരികയും അവൻ മുടി മാറ്റി നോക്കുമ്പോൾ ആ മുറിവ് ഉണങ്ങിയതും അവൻ കാണുന്നു. അതോടെ അവൻ അത്ഭുതത്തോടെ ഒച്ചവെക്കാൻ നോക്കുമ്പോൾ ഒച്ചവെക്കരുതെന്ന് റപ്പോൺസൽ പറയുകയും അതോടെ അവൻ ഒച്ചവെക്കാതെ അത്ഭുതപ്പെട്ടു പോവുകയും ചെയ്യുന്നു. അതോടെ അവൻ നീ എത്ര കാലമായി ചെയ്യുന്നു എന്നൊക്കെ അവൻ ചോദിക്കുമ്പോൾ ഞാൻ ജനിച്ചത് മുതലേ ചെയ്യുന്നുണ്ട്, അമ്മ പറഞ്ഞിട്ടുണ്ട്. കുട്ടിക്കാലത്തൊരിക്കൽ എന്റെ മുടി ആരോ ഒരാൾ കട്ട് ചെയ്യാൻ നോക്കിയപ്പോൾ അവിടെയുള്ള പവേഴ്സ് ഒക്കെ പോയി അത് കറുപ്പായി പോയിട്ടുണ്ട്, അതുകൊണ്ടാണ് എന്നെ അമ്മ പുറത്തേക്ക് വിടാത്തത് എന്നൊക്കെ പറഞ്ഞ് അവൾ സങ്കടപ്പെടുന്നു. അതോടെ അവൻ നീ തിരിച്ച് ടവറിലേക്ക് തന്നെ പോവുകയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്കതിന് ഉത്തരം പറയാൻ കഴിയില്ല, എനിക്ക് ഇവിടെ നിൽക്കണം അവിടെ നിൽക്കണം എന്ന്
അവൾ പറയുന്നു. ശേഷം അവൾ യൂജീൻ ഫിറ്റ്സബർട്ട് ആണല്ലേ നീ, ഇനി നിന്റെ കഥ പറ എന്ന് അവൾ പറയുമ്പോൾ എനിക്കങ്ങനെ പ്രത്യേകിച്ച് കഥയൊന്നുമില്ല. ഞാനൊരു ഓർഫനാണ്. പിന്നെ ഞാൻ ഈ ഫ്ലിൻ റൈഡർ എന്ന പേരിട്ടത് ഒരു ബുക്ക് വായിച്ചിട്ടാണ്. അയാൾ വലിയ പണക്കാരനാണ്. അതുപോലെ ആവാനൊന്നും പറ്റൂല എനിക്ക്. പക്ഷേ സാഹചര്യങ്ങളാണ് എന്നെ ഒരു കള്ളനാക്കിയത് എന്നൊക്കെ അവൻ പറയുന്നു. ശേഷം അവൻ വിറകെടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോവുകയും ഇതിനിടെ മന്ത്രവാദിനി അവളുടെ അടുത്തേക്ക് വരികയും ചെയ്യുന്നു. ശേഷം അവളോട് വീട്ടിലേക്ക് പോകാമെന്നൊക്കെ പറയുമ്പോൾ ഞാൻ വരില്ല എന്ന് പറയുകയും എന്റെ കൂടെ ഒരാളുണ്ട്, അവൻ നല്ലവനാണ് എന്നൊക്കെ അവൾ പറയുമ്പോൾ അതൊരു കള്ളനല്ലേ എനിക്കറിയാമെന്നൊക്കെ പറഞ്ഞ് അവളെ കൂട്ടിക്കൊണ്ടു പോകാൻ ശ്രമിക്കുമ്പോൾ അവൾ വരില്ല എന്ന് ഉറപ്പിച്ചു പറയുകയും ഇതിനിടെ മന്ത്രവാദിനി ഈ ഒരു കിരീടം കിട്ടാൻ വേണ്ടി മാത്രമാണ് അവൻ നീ പറഞ്ഞ കാര്യം സമ്മതിച്ചത്, നീ ഇതവന് കൊടുത്താൽ അവൻ ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് പോകുമെന്ന് മന്ത്രവാദിനി പറയുകയും യുജീൻ വരുന്നതിന് മുന്നേ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. അതോടെ യുജീൻ അങ്ങോട്ടേക്ക് എത്തുകയും അതോടെ റപ്പൻസൽ ആ കിരീടം അവൻ കാണാതെ ഒളിപ്പിക്കുകയും ചെയ്യുന്നു. ശേഷം അവൻ ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതൊക്കെ മന്ത്രവാദിനിയും രണ്ട് ഇരട്ടകളും ദൂരെ നിന്ന് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ശേഷം ഇതിനിടെ ഇരട്ടകൾ അവനെ ഇരിക്കാൻ വേണ്ടി പോകുമ്പോൾ ഇപ്പോഴല്ല, സമയമാകുമ്പോൾ ഞാൻ പറയാമെന്ന് പറയുന്നു. പിന്നീട് കാണിക്കുന്നത് പിറ്റേന്ന് രാവിലെയാണ്. യുജീൻ നല്ല രീതിയിൽ ഉറങ്ങുമ്പോൾ അവന്റെ മേലേക്ക് എന്തോ വെള്ളമുറ്റുകയും ഇതിനിടെ അവൻ എണീച്ച് നോക്കുമ്പോൾ അത് മാക്സിമസ് ആണ്. അതോടെ മാക്സിമസ് അവനെ വലിച്ചു കൊണ്ടുപോകുമ്പോൾ റപ്പൻസൽ ഞെട്ടി ഉണരുകയും അവനെ തിരിച്ചു വലിക്കുകയും ചെയ്യുന്നു. അതോടെ മാക്സിമസ് ആഞ്ഞു വലിക്കുകയും അതോടെ അവന്റെ ഷൂ കഴിഞ്ഞ് അവൻ രക്ഷപ്പെടുകയും ചെയ്യുന്നു. അതോടെ മാക്സിമസ് വീണ്ടും അവന്റെ അടുത്തേക്ക് വരുമ്പോൾ റപ്പൻസൽ മാക്സിമസിനെ തടുക്കുകയും അവളെ കണ്ട മാക്സിമസിന് എന്തോ ബഹുമാനം തോന്നുകയും അവൾ പറയുന്നതൊക്കെ കേൾക്കുകയും ചെയ്യുന്നു. ശേഷം അവൾ ഷൂ താഴെ ഇടാൻ പറയുമ്പോൾ മാക്സിമസ് അതുപോലെ കേൾക്കുകയും താഴെ ഇടുകയും ചെയ്യുന്നു. ഇതിനിടെ അവൾ അതിനെ കൊഞ്ചിക്കുകയും അതോടെ അവൾ അതിന്റെ കഴുത്തിലുള്ള പേരൊക്കെ നോക്കി അതിനെ പേര് വിളിക്കുകയും അതിനെ മെരിക്കുകയും ചെയ്യുന്നു. ശേഷം അവൾ നിങ്ങൾ ഒരു ദിവസത്തേക്ക് മാത്രം അടിയുണ്ടാക്കരുത്, അത് കഴിഞ്ഞ് നിങ്ങൾ എന്ത് വേണേലും ചെയ്തോ, നാളെ എന്റെ ബർത്ത്ഡേ ആണ് അതുകൊണ്ടാണ് എന്നൊക്കെ അവൾ പറയുമ്പോൾ അവർ അത് കേൾക്കുകയും പരസ്പരം കൈ കൊടുക്കുകയും ചെയ്യുന്നു. ശേഷം അവൾ പോയതും അവന്റെ വയറിനിട്ട് തന്നെ മാക്സിമസ് ചവിട്ടുന്നു. ശേഷം അവർ കൊട്ടാരത്തിലേക്ക് എത്തുകയും അവർ അടി കൂടിക്കൊണ്ട് കൊട്ടാരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പോന്ത് ഇതൊക്കെ കാണുകയും അടങ്ങി നിൽക്കാനും പറയുന്നു. അതോടെ അവർ കൊട്ടാരത്തിന്റെ ഉള്ളിലേക്ക് കയറുകയും ഇതിനിടെ റപ്പോൺസിലിന്റെ മുടി എല്ലാവരും ചവിട്ടുന്നതോടെ ഫ്ലിൻ അത് വാരിയെടുക്കുകയും അവിടെയുള്ള പിള്ളേരെ വിളിക്കുകയും അത് കുത്തിവെക്കാൻ പറയുകയും ചെയ്യുന്നു. അതോടെ അവർ ആവേശത്തോടെ കുത്തിവെക്കുകയും ഇതിനിടെ ഫ്ലിൻ അതൊക്കെ കണ്ട് അത്ഭുതപ്പെട്ട് നിൽക്കുന്നു. ശേഷം ഇതിനിടെ രാജാവിന്റെയും രാജ്ഞിയുടെയും അവരുടെ കാണാതായ മകളുടെ ഫോട്ടോ അവിടെ കാണുകയും അത് കണ്ട് അവൾക്ക് എന്തോ പോലെയൊക്കെ തോന്നുകയും ചെയ്യുന്നു. ശേഷം അവൾ ഡാൻസ് കളിക്കുകയും കൊട്ടാരത്തിലെ കൊടിയൊക്കെ എടുത്ത് നോക്കുകയും ചെയ്യുന്നു. ശേഷം അവർ ഡാൻസ് കളിച്ച് യുജീനും അവളും ഒരുമിച്ച് നിൽക്കുന്നു. പിന്നീട് കാണിക്കുന്നത് യുജീൻ റപ്പോൺസിലിനെയും കൂട്ടി ബോട്ടിൽ പോകാൻ റെഡിയാകുമ്പോൾ മാക്സിമസിന് ആപ്പിൾ ചാടിക്കൊടുക്കുകയും അതോടെ മാക്സിമസ് അത് സന്തോഷത്തോടെ കഴിക്കുകയും ചെയ്യുന്നു. ശേഷം ഇതിനിടെ നമ്മൾ എവിടേക്കാണ് പോകുന്നത് എന്ന് റപ്പോൺസിൽ ചോദിക്കുമ്പോൾ നിന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല നിമിഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നതെന്ന് യുജീൻ പറയുകയും അവർ തുഴഞ്ഞ് കൊട്ടാരത്തിന്റെ കുറച്ചു ദൂരെ മാറി നിൽക്കുകയും ചെയ്യുന്നു. ശേഷം ഇതിനിടെ നീ ഓക്കെ അല്ലേ എന്നൊക്കെ യുജീൻ ചോദിക്കുമ്പോൾ അതെന്ന് പറയുകയും കഴിഞ്ഞ 18 വർഷമായി ഞാൻ ഈ ലേൺടേൺ കാണുന്നത് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നതിനെ അടുത്ത് നിന്ന് കാണാൻ പറ്റുമോ എന്നൊക്കെ പറയുമ്പോൾ യുജീൻ അതേ എന്ന് പറയുകയും നീ ഇനി മുതൽ പുതിയ സ്വപ്നങ്ങൾ കാണേണ്ടി വരുമെന്നൊക്കെ അവർ പറയുകയും ചെയ്യുന്നു. ശേഷം രാജാവും രാജ്ഞിയും സങ്കടത്തോടെ ലേൺടേൺ പറത്താൻ റെഡിയാവുകയും മകളെ തിരിച്ചു കിട്ടാത്ത വിഷമത്തിൽ കൊട്ടാരത്തിന്റെ മുകളിലേക്ക് പോവുകയും കത്തിച്ചു വെച്ച ലേൺടേൺ അവർ ഒരുമിച്ച് പറത്തുകയും ചെയ്യുന്നു. അതോടെ മുഴുവൻ കൊട്ടാരത്തിലെ ജനങ്ങളും ലേൺടേൺ കത്തിക്കുകയും അത് പറത്താൻ തുടങ്ങുകയും ചെയ്യുന്നു. ഇതിനിടെ റപ്പോൺസൽ വെള്ളത്തിൽ പൂവൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എന്തോ വെളിച്ചം വെള്ളത്തിൽ കാണുകയും ഇതിനിടെ അവൾ മുന്നോട്ട് നോക്കുമ്പോൾ ദൂരെ എന്തോ വെളിച്ചം കാണുകയും അതോടെ അവൾ ബോട്ടിൽ നിന്നും ഓടി അറ്റത്തേക്ക് ചെല്ലുകയും ചെയ്യുന്നു. ശേഷം അവൾ നോക്കുമ്പോൾ ഒരുപാട് ലേൺടേൺ മുകളിലേക്ക് പറന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നല്ലൊരു പാട്ടാണ്. ശേഷം അവൾ സ്വപ്നമോ അതോ യാഥാർത്ഥ്യമോ എന്നൊന്നും അറിയാതെ അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പുറകിൽ നിന്ന് ഫ്ലിൻ 2 ലേൺടേൺ കത്തിച്ചു വെക്കുകയും അത് കണ്ട അവൾ നിനക്കും ഞാനൊരു സർപ്രൈസ് തരാമെന്ന് പറഞ്ഞ് ആ കിരീടം അവന് കൊടുക്കുന്നു. അതോടെ അവൻ അതെനിക്ക് വേണ്ട എന്ന് പറയുകയും ഇതിനിടെ അവർ രണ്ടുപേരും ഒരുമിച്ച് ലേൺടേൺ പറത്തുകയും ചെയ്യുന്നു. ശരിക്കും പറഞ്ഞാൽ അവളുടെ ബർത്ത്ഡേ തന്നെയാണ് ഈ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നത്. അത് കാണാൻ വേണ്ടിയാണ് അവൾ 18 വർഷം കാത്തിരുന്നത്. ശേഷം അവർ ഒരുമിച്ച് പാട്ടുപാടുകയും ഇതിനിടെ യുജീൻ നോക്കുമ്പോൾ ദൂരെ ഇരട്ടകൾ നിന്നത് കാണുന്നു. ഇതിനിടെ റപ്പോൺസൽ എന്താണ് കാര്യമെന്ന് ചോദിക്കുമ്പോൾ അവൻ ബോട്ട് കരക്കടുപ്പിക്കുകയും ഇത് കൊടുത്താൽ എല്ലാ പ്രശ്നവും തീരുമെന്ന് പറഞ്ഞ് ഞാനിപ്പോൾ കൊടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു. അതോടെ അവൻ ഇരട്ടകളുടെ അടുത്തേക്ക് എത്തുകയും എനിക്ക് ഈ കിരീടം വേണ്ട എന്ന് പറഞ്ഞ് അവർക്ക് അത് ചാടിക്കൊടുക്കുകയും അവിടെ നിന്ന് പോവാൻ നോക്കുമ്പോൾ തൊട്ടടുത്ത് മറ്റവൻ വരികയും നീ വീണ്ടും ഞങ്ങളെ പറ്റിക്കാൻ നോക്കണ്ട, ഇതിനേക്കാൾ എത്രയോ വിലപിടിപ്പുള്ളത് നിന്റെ കൂടെയുള്ള അവളാണല്ലേ, നീ തന്നെ വെച്ചോ, ഇത് ഞങ്ങൾക്ക് അവളെ മതി എന്നും പറയുന്നു. അതോടെ അവനൊന്നും മനസ്സിലാവുന്നില്ല. ശേഷം കാണിക്കുന്നത് റപ്പോൺസലിനെയാണ്. അവൾ അവനെയും കാത്ത്
അവിടെ നിൽക്കുകയാണ്. ഇതിനിടെ ആരോ വരുന്നത് അവൾ കാണുകയും അത് അവനാണെന്ന് കരുതി അവൾ ആശ്വസിക്കുമ്പോൾ അത് അവനല്ല, അത് ഇരട്ടകളാണ്. ഇതിനിടെ അവൾ അവനെവിടെ എന്ന് ചോദിക്കുമ്പോൾ ദേ അവനതേ പോകുന്നു എന്ന് അവർ പറയുമ്പോൾ അവൾ അങ്ങോട്ടേക്ക് നോക്കുകയും അവനെ ഉറക്കനെ വിളിക്കുകയും ചെയ്യുന്നു. പക്ഷേ അവൻ തിരിഞ്ഞു നോക്കുന്നത് പോലും ഇല്ല. ശേഷം ഇതിനിടെ നിന്നെ വിറ്റാൽ ആ ക്രൗണിനേക്കാളും ഒരുപാട് പൈസ കിട്ടും, കാരണം യുവത്വം നിലനിർത്താൻ ഏതൊരു മനുഷ്യനും എത്ര പണം വേണേലും ചെലവഴിക്കും എന്ന് പറഞ്ഞ് അവളെ പിടിക്കാൻ ശ്രമിക്കുമ്പോൾ അവൾ അവിടെ നിന്നും ഓടുന്നു. പക്ഷേ ഇതിനിടെ അവളുടെ മുടി അവിടെ പാറയിൽ കൊടുങ്ങുകയും ശേഷം അവൾ ആരോ അവരെ അടിച്ചിടുന്ന സൗണ്ട് കേട്ടതും അത് അവളുടെ അമ്മയാണെന്ന് അവൾക്ക് മനസ്സിലാവുന്നു. അതോടെ അവൾ അമ്മയുടെ അടുത്തേക്ക് ഓടുകയും ഇതിനിടെ മന്ത്രവാദിനി എവിടെ നിന്നും പോവാമെന്നൊക്കെ പറഞ്ഞ് അവളെ കൂട്ടിക്കൊണ്ടുപോകാൻ നോക്കുമ്പോൾ അവൾ അവസാനമായി യുജീനെ നോക്കുകയും സങ്കടത്തോടെ നിൽക്കുകയും ചെയ്യുന്നു. അതോടെ മന്ത്രവാദിനി വന്ന് കെട്ടിപ്പിടിക്കാൻ പറയുകയും അതോടെ അവൾ കരഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്നു. ശേഷം അവർ അവിടെ നിന്നും പോകുന്നു. സത്യം പറഞ്ഞാൽ ഇതൊക്കെ മന്ത്രവാദിനിയുടെ ഒരു നാടകമായിരുന്നു. ഇപ്പോൾ മന്ത്രവാദിനി ഇരട്ടകളെയും കൂടി പറ്റിച്ചിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് യുജീനെയാണ്. അവൻ കൊട്ടാരത്തിന്റെ അടുത്തേക്ക് ഒരു ബോട്ടിൽ എത്തിയിരിക്കുന്നത് ഭടന്മാർ കാണുകയും അവർ നോക്കുമ്പോൾ അവനെ ആരോ കെട്ടിയിട്ടിരിക്കുകയാണ്. ഇതിനിടെ അവന്റെ ബോധം വരികയും അവൻ റപ്പോൺസെലിനെ വിളിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇതിനിടെ ഭടന്മാർ അവനെ പിടിക്കുകയും ഇതിനിടെ മാക്സിമസ് ഇതൊക്കെ കാണുകയും ചെയ്യുന്നു. പിന്നീട് കാണിക്കുന്നത് യുജീനെ ജയിലിൽ അടച്ചിരിക്കുന്നതാണ്. എന്നാൽ ഇതിനിടെ ഭടന്മാർ അവന്റെ അടുത്തേക്ക് വരികയും അവനെ തൂക്കിക്കൊല്ലാൻ വേണ്ടി കൂട്ടിക്കൊണ്ടുപോകാനും റെഡിയാവുന്നു. ഇതേ സമയം റപ്പോൺസെലിനോട് മന്ത്രവാദിനി ഇനി ഒരിക്കലും പുറത്തു പോകരുത് എന്നൊക്കെ പറയുകയും അവളോട് പുറത്തുള്ള ലോകം വളരെ മോശമാണ് എന്നൊക്കെ വീണ്ടും പറഞ്ഞു കൊടുക്കുകയും അവിടെ നിന്നും പോവുകയും ചെയ്യുന്നു. ശേഷം ഇതിനിടെ അവൾ കൊട്ടാരത്തിലെ കൊടി എടുത്തു നോക്കുകയും ഇതിനിടെ അവൾ വരച്ച ചിത്രമൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാത്തിലും സൂര്യന്റെ അടയാളമുള്ളതായി അവൾ കാണുകയും ഇതിനിടെ കുട്ടിക്കാലത്ത് അവളുടെ അമ്മേനെയും അച്ഛനെയും കണ്ടത് ഓർക്കുകയും അവിടെയുള്ള സിമ്പലാണ് അവൾ വരച്ചു വെച്ചിരിക്കുന്നതെന്നും അവൾക്ക് മനസ്സിലാവുകയും ചെയ്യുന്നു. ഇതിനിടെ അവൾ കിരീടം വെച്ചത് ഓർക്കുകയും അവൾ രാജാവിന്റെ മകളാണെന്നും അവൾക്ക് മനസ്സിലാവുകയും ചെയ്യുന്നു. ശേഷം കാണിക്കുന്നത് യുജീനെയാണ്. അവനെ ഭടന്മാർ തൂക്കിക്കൊല്ലാൻ വേണ്ടി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതിനിടെ അവൻ ഇരട്ടകളെ കാണുകയും ഇതിനിടെ അവൻ 2 ഭടന്മാരെയും അടിച്ചിട്ട് ഇരട്ടകളോട് നീ എങ്ങനെയാണ് അവളെപ്പറ്റി അറിഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് ചൂടാകുമ്പോൾ ആ കിളവിയാണ് ഞങ്ങളോട് പറഞ്ഞതെന്നും അവൾ ഞങ്ങളെയും പറ്റിച്ചുവെന്നും അവർ പറയുന്നു. എന്നാൽ ഇതിനിടെ ഭടന്മാർ അവനെ പിടിച്ചുകൊണ്ടുപോകുന്നു. ഇതേ സമയം മന്ത്രവാദിനി റപ്പോൺസെലിനെ വിളിക്കുമ്പോൾ അവൾ പുറത്തേക്ക് വരികയും ഞാനാണോ ആ കാണാതായ പ്രിൻസസ് എന്ന് അവൾ ചോദിക്കുകയും ഇതിനിടെ മന്ത്രവാദിനി നീ എന്ത് തമാശയാണ് പറയുന്നത് എന്നൊക്കെ പറയുമ്പോൾ എനിക്കറിയാം ഞാനാണ് ആ കാണാതായ പ്രിൻസസ്. അപ്പോ നിങ്ങളാണ് എന്നെ തട്ടിക്കൊണ്ടുപോയത്. ഇത്രയും കൊല്ലം നിങ്ങൾ എന്നെ ഇവിടെ പൂട്ടിയിട്ടത് എന്റെ പവേഴ്സിന് മാത്രം വേണ്ടിയാണ് എന്നൊക്കെ അവൾ പറയുമ്പോൾ മന്ത്രവാദിനിക്ക് ദേഷ്യം വരികയും നീ കാരണം ഒരുത്തനെ ഇന്ന് തൂക്കിക്കൊല്ലാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് അവളെ തളർത്തുകയും ഇതിനിടെ അവളുടെ മുടി തൊടാൻ ശ്രമിക്കുമ്പോൾ അവൾ മന്ത്രവാദിനിയെ തള്ളി മാറ്റുകയും ചെയ്യുന്നു. എന്നാൽ ഇതേ സമയം യുജീനെ തൂക്കിക്കൊല്ലാൻ കൊണ്ടുപോവുകയും ഇതിനിടെ അവിടെയുള്ള എല്ലാ ഡോറുകളും അടയുകയും റെസ്റ്റോറന്റിലെ കള്ളുകുടിയൻ ഓരോന്ന് പറഞ്ഞ് മുന്നിലുള്ള ഭടനെ ചൂടാക്കുകയും ഇതിനിടെ പുറകിലുള്ള 2 പേരെയും ആരൊക്കെയോ പിടിച്ചു കൊണ്ടുപോവുകയും ചെയ്യുന്നു. അതോടെ മുന്നിലുള്ള ഭടൻ തിരിഞ്ഞു നോക്കുമ്പോൾ പുറകിൽ നിന്ന് മറ്റൊരുത്തൻ വരികയും അവനെ അടിച്ചിടുകയും ചെയ്യുന്നു. അതോടെ ഒരുപാട് ഭടന്മാർ അവനെ പിടിക്കാൻ വരികയും ഇതിനിടെ ഓരോരുത്തരായി ഓരോ അഭിപ്രായങ്ങളൊക്കെ കാട്ടി അവരെ പറ്റിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതിനിടെ യുജീൻ കൊട്ടാരത്തിന്റെ നടുവിലെത്തുകയും അതോടെ റെസ്റ്റോറന്റിൽ പാട്ടുപാടിയവൻ അവനെ എടുത്ത് ഒരു സാധനത്തിന്റെ മേലേക്ക് വെക്കുകയും അവനോട് റെഡിയാവാൻ പറയുകയും ചെയ്യുന്നു. പക്ഷേ അവനൊന്നും മനസ്സിലായിട്ടില്ല. ഇതിനിടെ മുകളിൽ നിന്നും ഒരുത്തൻ അതിന്റെ മേലേക്ക് ചാടുകയും അതോടെ അവൻ പറന്നു പോവുകയും മാക്സിമസിന്റെ മേലെ വന്നു വീഴുകയും ചെയ്യുന്നു. അവരെല്ലാം കൂട്ടിക്കൊണ്ടുവന്നത് മാക്സിമസ് ആണ്. ഇതിനിടെ യുജീൻ അവനോട് താങ്ക്സ് പറയുകയും അതോടെ അവർ അവിടെ നിന്ന് ഓടാൻ തുടങ്ങുകയും ചെയ്യുന്നു. എന്നാൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ മുന്നിൽ നിന്ന് ഒരുപാട് ഭടന്മാർ വരികയും പക്ഷേ അതൊന്നും കാര്യമാക്കാതെ മാക്സിമസ് കൊട്ടാരത്തിന്റെ മേലിൽ നിന്നും ചാടുകയും ഓടൊക്കെ പൊളിച്ച് സ്പീഡിൽ പോവുകയും ചെയ്യുന്നു. അങ്ങനെ അവർ കൊട്ടാരത്തിൽ നിന്നും വിട്ടുപോവുകയും ഓടി കാട്ടിൽ എത്തുകയും ചെയ്യുന്നു. ശേഷം ടവറിന്റെ അടുത്ത് എത്തിയതും അവളുടെ മുടി താഴേക്കിടാൻ പറയുന്നതോടെ അവൾ മുടി താഴേക്കിടുകയും അതോടെ അവൻ മുകളിലേക്ക് കയറുകയും ചെയ്യുന്നു. അതോടെ അവൻ മുകളിലേക്ക് കയറി എത്തുകയും ഇതിനിടെ അവൻ നോക്കുമ്പോൾ റപ്പോൺസെലിനെ അവിടെ കെട്ടിയിട്ടിരിക്കുകയാണ്. എന്നാൽ ഇതിനിടെ പുറകിൽ നിന്നും മന്ത്രവാദിനി അവനെ കത്തി ഉപയോഗിച്ച് കുത്തുകയും അതോടെ അവൻ അവിടെ വീഴുകയും ചെയ്യുന്നു. ശേഷം മന്ത്രവാദിനി റപ്പോൺസെലിന്റെ അടുത്തേക്ക് പോവുകയും അവളെ ടവറിന്റെ താഴെയുള്ള സീക്രട്ട് റൂമിലേക്ക് ഇറക്കാൻ നോക്കുമ്പോൾ അവൾ എങ്ങനെയൊക്കെയോ വായ് തുറക്കുകയും അവനെ എന്നെ രക്ഷിക്കാൻ നിങ്ങൾ വിടുകയാണെങ്കിൽ ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ നിൽക്കും, ഇല്ലെങ്കിൽ ഞാൻ എപ്പോഴും എവിടെ പോവാനേ ശ്രമിക്കൂ. അവനെ ഒന്ന് രക്ഷിക്കാൻ നിങ്ങൾ എന്നെ സമ്മതിച്ചാൽ ഞാൻ ഒരിക്കലും എവിടെ നിന്ന് പോവില്ല എന്ന് വാക്ക് കൊടുക്കുകയും അതോടെ മന്ത്രവാദിനി സമ്മതിക്കുകയും ചെയ്യുന്നു. അതോടെ അവനെ ചങ്ങലയിൽ പൂട്ടിയിടുകയും അതോടെ റപ്പോൺസെൽ അവളുടെ മുടി വെച്ച് അവനെ സുഖപ്പെടുത്താൻ നോക്കുമ്പോൾ അത് വേണ്ട എന്ന് അവൻ പറയുകയും നീതി ചെയ്താൽ നിനക്ക് ജീവിതമുണ്ടാവില്ല എന്ന് അവൻ പറയുകയും ഇതിനിടെ അവൾ അവനെ കെട്ടിപ്പിടിക്കാൻ നോക്കുകയും ഇതിനിടെ യുജീൻ അവളുടെ മുടി മുറിച്ചു കളയുകയും ചെയ്യുന്നു. അതോടെ അവളുടെ മുടിയുടെ മുഴുവൻ പവേഴ്സും പോവുകയും മന്ത്രവാദിനി വയസ്സായി പോവുകയും ഭ്രാന്ത് പിടിച്ച് കളിക്കുമ്പോൾ വാതിലിന്റെ അടുത്തെത്തുകയും ഇതിനിടെ ഓന്ത് മുടി വലിച്ച് പിടിക്കുന്നതോടെ മുടി തടഞ്ഞ് മന്ത്രവാദിനി താഴേക്ക് പോവുകയും മരിക്കുകയും ചെയ്യുന്നു. ശേഷം ഇതിനിടെ റപ്പോൺസെൽ നോക്കുമ്പോൾ യുജീൻ മരിക്കാൻ പോവുകയാണ്. ഇതിനിടെ അവൾ അവന്റെ കൈയെടുത്ത് തലയിൽ വെക്കുകയും പാട്ട് പാടുന്നുണ്ടെങ്കിലും ഒന്നും സംഭവിക്കുന്നില്ല. അതോടെ യുജീൻ വേണ്ട എന്ന്
പറയുകയും നീയായിരുന്നു എന്റെ സ്വപ്നം എന്ന് പറയുകയും അവൻ മരിക്കുകയും ചെയ്യുന്നു. അതോടെ റപ്പുൻസൽ വല്ലാതെ സങ്കടപ്പെടുകയും പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ കണ്ണിൽ നിന്നും കണ്ണീര് ഒലിക്കുകയും അത് അവന്റെ മേലേക്ക് ഉറ്റുകയും ചെയ്യുന്നു. അതോടെ അവന് എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിക്കുകയും ആ ഫ്ലവറിന്റെ പവർ അവന്റെ മുറിവ് സുഖപ്പെടുത്തുകയും അവനെ ജീവൻ തിരിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. അതോടെ അവൻ കണ്ണു തുറന്നതോടെ റപ്പുൻസലിന് ഒരുപാട് സന്തോഷമാവുകയും അവർ കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്നു. പിന്നീട് കാണിക്കുന്നത് ഭടൻ രാജാവിന്റെ റൂമിലേക്ക് ചെല്ലുകയും നിങ്ങളുടെ മോള് തിരിച്ചു വന്നിട്ടുണ്ടെന്നും പറയുന്നു. അതോടെ രാജ്ഞിയും രാജാവും ഓടിച്ചെല്ലുകയും അവളെ ചെന്ന് നോക്കുമ്പോൾ അത് അവരുടെ മകൾ തന്നെയാണെന്ന് അവർക്ക് മനസ്സിലാവുകയും അവളെ കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്നു. അതോടെ ഇതൊക്കെ കണ്ട് യുജി സന്തോഷത്തോടെ നിൽക്കുമ്പോൾ അവനെയും അവർ വിളിക്കുകയും അവർ കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്നു. ശേഷം അതോടെ റെസ്റ്റോറന്റിലെ എല്ലാവരും അങ്ങോട്ടേക്ക് എത്തുകയും മ്യൂസീഷ്യൻ ആവാൻ ആഗ്രഹിച്ചവനൊക്കെ കൊട്ടാരത്തിൽ പ്രോഗ്രാം ചെയ്യാൻ ചാൻസ് കിട്ടുകയും അവരെല്ലാവരും ഓരോരുത്തരുടെ കഴിവ് ഉപയോഗിച്ച് പെർഫോം ചെയ്യുന്നു. ശേഷം കാണിക്കുന്നത് മാക്സിമസിനെയാണ്. അവനിപ്പോൾ വലിയ നേതാവാണ്. ഇപ്പോൾ വാളിന് പകരം പ്രൈഫാനാണ് ഭടന്മാരൊക്കെ ഉപയോഗിക്കുന്നത്. ഇതിനിടെ റപ്പുൻസലിനെ കാണിക്കുകയും അവൾ അച്ഛനോടും അമ്മയോടും ഒപ്പം സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ യുജിൻ അങ്ങോട്ടേക്ക് വരികയും അതോടെ അവനെ കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്നു. രാജകുമാരി തിരിച്ചു വന്ന സന്തോഷത്തിൽ വീണ്ടും ലാന്റേൺ പറത്തുകയും അവർ ആഘോഷിക്കുകയും ചെയ്യുന്നു. ഇവിടെ വെച്ച് ഈ ഒരു സിനിമ അവസാനിച്ചിരിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ്. വീഡിയോ കൂടുതൽ പേരും കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ കൂടുതൽ വീഡിയോ ഇടാൻ പറ്റുകയുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരിക്കും ബൈ ഫ്രം ആർ.